ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനെ ഉപയോഗിച്ച് ന്യൂനപക്ഷ മന്ത്രി നടത്തിയ സ്വജന പ്രീണനം വിവാദമാകുകയാണ്. എപ്പോഴും മന്ത്രിസഭയിലിരിക്കുന്ന ആളുകൾ മതതീവ്രവാദത്തിനും പ്രത്യേക ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിനും വേണ്ടി ഏതറ്റം വരെയും പോകുന്ന കാഴ്ചകൾ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ ഒരു രാഷ്ട്രീയ മേലാളന്മാരും തയ്യാറല്ലാതെ ഇരിക്കുന്നു. 2026 മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നില ഭദ്രമാക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി എന്തിനു വേണ്ടിയാണ് റിയാസിനെ ആ സ്ഥാനത്ത് പിടിച്ചിരുത്തിയതെന്നും റിയാസ് എന്തിനു വേണ്ടിയാണ് തിളയ്ക്കുന്ന സാമ്പാറായി മാറുന്നതെന്നും ഈ നാടിന്റെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് നമ്മൾ ഒന്നും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന അവസ്ഥയില്ല നിലവിൽ. നമ്മുടെ കേരളത്തിൽ മാത്രം ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ അവർക്ക് വേണ്ടി വികസന പദ്ധതികൾ, അവർക്ക് വേണ്ടി ഒരുപാട് സംവരണങ്ങൾ, ആനുകൂല്യങ്ങൾ മറ്റൊരു മതവിഭാഗത്തിനും വേണ്ടേ? ന്യൂനപക്ഷ വിഭാഗത്തിലെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വന്തം ജനതയെ വളർത്തുന്നതിന് വേണ്ടി, സ്വന്തം സമുദായത്തെ വളർത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാനും മടിയില്ലാത്ത മന്ത്രിമാർ ഈ നാടിനെ ഭരിച്ചു കുട്ടിച്ചോറാക്കുക മാത്രമല്ല, അവര് ഖജനാവ് കാലിയാക്കുകയും സ്വന്തം മതവിഭാഗത്തെ വളർത്തി വലുതാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തോട് മത്സരിക്കത്തക്ക രൂപത്തിൽ, സ്വതന്ത്ര ഭാരതത്തോട് മത്സരിക്കത്തക്ക രൂപത്തിൽ. വിവിധ വാർത്താ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ ഒട്ടേറെ മദ്രസകളുണ്ട്. കൃത്യമായ കണക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടെങ്കിലും കേരളത്തിൽ മാത്രമില്ല. UPയെ സംബന്ധിച്ചിടത്തോളം, അസമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംസ്ഥാനങ്ങളിലും എത്ര മദ്രസകളാണ് പ്രവർത്തിക്കുന്നത്, എത്ര പേർക്കാണ് നിയമ അനുമതിയുള്ളത്, എത്ര പേരാണ് അനധികൃതമായി പ്രവർത്തിക്കുന്നത് എന്നതിന്റെ എല്ലാ കണക്കുകളുമുണ്ട്. എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്ന അധ്യാപകർ എത്ര, കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്ന രൂപത്തിൽ ഒരു ഫോൺ നമ്പറും അവരുടെ ഡേറ്റാസും മദ്രസകളിലുണ്ട്. പക്ഷേ കേരളത്തിന്റെ അവസ്ഥ മാത്രം വിചിത്രമാണ് എല്ലാ സന്ദർഭത്തിലും. 2021 ജൂലൈ 28 മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മദ്രസ ക്ഷേമനിധി ഉണ്ടെന്നും ഇതിൽ 23,809 മദ്രസ അധ്യാപകർ അംഗങ്ങളാണ് എന്നുമാണ്. കള്ളം പറയുന്നവനാണെങ്കിൽ ഓർമ്മശക്തി ഉണ്ടാകണം എന്ന് പറയുന്നത് പോലെ ഒരിക്കൽ പറഞ്ഞിട്ട് രണ്ടാമത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ പറ്റില്ല. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. നമ്മൾ മറന്നാലും, പറഞ്ഞവര് മറന്നാലും കേട്ടവര് മറക്കില്ല എന്നൊരു ചൊല്ലുപോലെ സോഷ്യൽ മീഡിയ മറക്കില്ല. വള്ളി പുള്ളി വിടാതെ അതിങ്ങോട്ട് എടുത്തിട്ട് തരും, ഛർദിച്ചു തരും നമുക്ക്. അപ്പം ക്ഷേമനിധിയിലെ 23,809 മദ്രസ അധ്യാപകർ അംഗങ്ങളാണ്. മദ്രസകൾക്ക് സംസ്ഥാന സർക്കാരുകൾ ധനസഹായം നൽകുന്നത് നിർത്തണം എന്ന റിപ്പോർട്ട് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനുങ്കോ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത് വിവാദമായത്. നമ്മളൊക്കെ ആ വിഷയം എടുത്ത് പലപ്പോഴും ലൈവുകൾ ചെയ്തിട്ടുണ്ട്, വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, പോസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യുന്നതിനു വേണ്ടി എല്ലാ രൂപത്തിലുള്ള ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സാധ്യതകളും നമ്മൾ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ എതിർഭാഗത്ത് കിട്ടുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും ഈ ഉദ്യമത്തിൽ നിന്നും പിന്നോട്ടില്ലാതെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുന്നത് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ മാനിച്ചുകൊണ്ടാണ്. റിപ്പോർട്ടിൽ 3 കാര്യങ്ങളാണ് മദ്രസ ബോർഡുകൾ നടത്തുന്ന മദ്രസകൾക്ക് സർക്കാർ സഹായം നൽകരുത് എന്ന് പറയുന്ന കാരണം. മദ്രസകളിലെ എല്ലാ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളിൽ ചേർക്കണം. അവർക്ക് 14 വയസ്സാകുന്നതുവരെ പ്രാഥമികമായിട്ടുള്ള നിർബന്ധിത വിദ്യാഭ്യാസമുണ്ടല്ലോ, ഔപചാരിക വിദ്യാഭ്യാസം കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും നൽകണം. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ അവകാശ നിയമം എല്ലാ സംസ്ഥാനങ്ങളും പാലിച്ചിരിക്കണം. വിവിധ സംസ്ഥാനങ്ങളിലെ മദ്രസകൾ സന്ദർശിച്ചും വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സംസാരിച്ചുമൊക്കെയാണ് റിപ്പോർട്ട് രൂപപ്പെടുത്തിയത്. മദ്രസ സന്ദർശിച്ചതിന് ചണ്ഡീഗഡിലും കർണാടകയിലും മേഘാലയ, മധ്യപ്രദേശ്, ബംഗ്ലാദേശ് അതിർത്തി എന്നിവിടങ്ങളിലുമൊക്കെ ചെയർമാന്റെ പേരിൽ പോലീസ് കേസ് പോലും നിലവിലുണ്ട്.
രാജ്യത്തെ മദ്രസകളെല്ലാം അടച്ചുപൂട്ടാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ. ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളും വിവിധ സാമുദായിക സംഘടനകളും പ്രതികരണങ്ങളും നടത്തി വന്നുകൊണ്ടിരിക്കുന്നു. മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശം ഉറപ്പാക്കുന്ന 2009 നിയമം അനുശാസിക്കുന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നില്ല എന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലെ മദ്രസ സംവിധാനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ മദ്രസ വിദ്യാഭ്യാസ രീതി. കേരളത്തിൽ 12,000-ലധികം മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ജമാഅത്തെ ഇസ്ലാമി, കേരള ജമിയത്തുൽ ഉലമ, തബ്ലീഗ് ജമാഅത്ത്, മുജാഹിദ് തുടങ്ങിയ സംഘടനകൾക്ക് കീഴിൽ ധാരാളം മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട്. വേറെയും സ്കൂള് കോളേജ് വിദ്യാഭ്യാസത്തോടൊപ്പം മദ്രസ പഠനം നടത്തുന്നതല്ല ഉത്തരേന്ത്യയിലെ രീതി. അവരുടെ മുഖ്യധാര വിദ്യാഭ്യാസത്തിനൊക്കെ ആശ്രയിക്കുന്നവർ മദ്രസകളെയാണ്. നിർധനരായ മിക്ക സമുദായങ്ങളെയും കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് മദ്രസകൾ. കേരളത്തിൽ നിരോധിത സംഘടനകൾ വരെ മദ്രസകൾ നടത്തുന്നുണ്ട് എന്നാണ് ഇന്ന് കേരളത്തിന്റെ അന്തരീക്ഷം നമുക്ക് പറഞ്ഞു തരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അറബി പദമാണ് മദ്രസ അഥവാ സ്കൂൾ. ഇസ്ലാം മത പ്രചരണത്തിന്റെ ആദ്യ നാളുകളിൽ പള്ളികൾ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു മതവിദ്യാഭ്യാസം നടത്തിയിരുന്നത്. എന്നാൽ 10ാം നൂറ്റാണ്ടായപ്പോഴേക്കും മദ്രസകൾ ഇസ്ലാമിക ലോകത്ത് മതപരവും മതേതരവുമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി രൂപാന്തരം സംഭവിച്ചു. ഇന്നത്തെ കിഴക്ക് വടക്ക് ഇറാൻ, മധ്യേഷ്യ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് മദ്രസകളുടെ ആദ്യകാല തെളിവുകൾ ലഭിച്ചത്. വലിയ മദ്രസകളിൽ വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. 2006 വിദ്യാഭ്യാസ എൻറോൾമെന്റ് നിരക്കനുസരിച്ചിട്ട് കേവലം 9.39 മാത്രമായിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ചരിത്രപരമായി ഇന്ത്യയിലെ മുസ്ലിം വിഭാഗം ജനസംഖ്യ അനുപാതികമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമായിരുന്നു. രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം 14.2% മുസ്ലിങ്ങളുണ്ട്. എന്നാൽ 2006 വിദ്യാഭ്യാസ എൻറോൾമെന്റിന്റെ നിരക്കനുസരിച്ച് കേവലം 9.39 മാത്രമാണ് ഉണ്ടായിരുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ. അത് തന്നെ മദ്രസ വിദ്യാഭ്യാസത്തെ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന ഘടകവുമായി മാറി. ഇന്ത്യയിലെ മദ്രസകളിൽ പഠിക്കുന്ന 90%-ലധികം വിദ്യാർത്ഥികളും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. നേരത്തെ മതപഠനം മാത്രമായിരുന്നു മദ്രസകളിലെങ്കിൽ 21ാം നൂറ്റാണ്ടിൽ ലോകമെമ്പാടുമുള്ള മിക്ക മദ്രസ സ്കൂളുകളിലും അവരുടെ വിദ്യാർത്ഥികൾ അവരുടെ തൊഴില് ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ശാസ്ത്രീയ പാഠ്യപദ്ധതികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സിംഗപ്പൂരിലെ മദ്രസ സമ്പ്രദായം അതിന് ഉദാഹരണമാണ്. ന്യൂനപക്ഷകാര്യ മന്ത്രാലയവും സംസ്ഥാന സർക്കാരുകളുടെ വെബ്സൈറ്റുകളും മറ്റ് റിപ്പോർട്ടുകളും പ്രകാരം രാജ്യത്ത് നിലവിൽ 38,000 മദ്രസകളാണുള്ളത്. അതിൽ ഏകദേശം 28,107 അംഗീകൃതവും 10,039 അംഗീകാരമല്ലാത്തവയുമാണ്. സംസ്ഥാന സർക്കാരിന്റെ ബോർഡുകൾക്ക് കീഴിലാണ് അനധികൃത മദ്രസകൾ, അംഗീകൃതമായിട്ടുള്ള മദ്രസകൾ പ്രവർത്തിക്കുന്നത്. അല്ലാത്തത് ദാറുൽ ഉലൂം നദുവത്തിൽ ഉലമ, ലക്നൌവിലെ ദാറുൽ ഉലൂം ദുയൂബന്ദ് തുടങ്ങിയ വലിയ കേന്ദ്രങ്ങൾ നിർദ്ദേശിക്കുന്ന പാഠ്യപദ്ധതിയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം മദ്രസകൾ ഉള്ളത്. ഏകദേശം 25,000 മദ്രസകളിൽ 16,500 അംഗീകൃതമാണ്. കുറഞ്ഞത് 17 ലക്ഷം വിദ്യാർത്ഥികളെങ്കിലും UP-യിൽ മദ്രസ വിദ്യാഭ്യാസം തേടുന്നുണ്ട്. ഇന്ത്യയിലെ മദ്രസകളിൽ 2 വിഭാഗങ്ങളുണ്ട്. പൊതു ചാരിറ്റിയായി പ്രവർത്തിക്കുന്ന മദ്രസ ദർസെ നിസാമിയാണ് അതിലൊന്ന്. അവർ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പിന്തുടരാൻ ബാധ്യസ്ഥരല്ല. മറ്റൊന്ന് സംസ്ഥാനത്തെ മദ്രസ വിദ്യാഭ്യാസ ബോർഡുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന മദ്രസ ദർസെ അലിയുമാണ്. 2023 UP-യിൽ മാത്രം മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 10നും +2 തത്തുല്യമായിട്ടുള്ള പരീക്ഷ എഴുതിയത് 1.69 ലക്ഷം വിദ്യാർത്ഥികളാണ്. ഇന്ത്യയിൽ 20-ലധികം സംസ്ഥാനങ്ങളിൽ മദ്രസ ബോർഡുകൾ നിലവിലുണ്ട്. സംസ്ഥാന സർക്കാരുകളാണ് ഇത്തരം ബോർഡുകൾ നിയന്ത്രിക്കുന്നത്. അധ്യാപകർ, മറ്റു ജീവനക്കാർ എന്നിവരെ എല്ലാം നിയമിക്കുന്നതും ഈ ബോർഡുകളാണ്. 2023 UP-യിൽ മാത്രം മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 10നും +2 തത്തുല്യമായിട്ടുള്ള പരീക്ഷ എഴുതിയത് 1.69 ലക്ഷം വിദ്യാർത്ഥികളാണ് എന്ന് പറയുമ്പോൾ ഇത് ചെറിയ കണക്കാണോ? സംസ്ഥാന മദ്രസ ബോർഡുകൾക്ക് കീഴിലുള്ള മദ്രസകൾ സ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് തത്തുല്യമാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് മൗലവി അഥവാ 10ാം ക്ലാസ്സിന് തുല്യം, മൗലവി ആലിം പരീക്ഷ 12ാം ക്ലാസ്സിന് തുല്യം, കാമിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി പരീക്ഷയ്ക്ക് തുല്യം, ഫാസിൽ മാസ്റ്റേഴ്സ് അതിന് തുല്യം. ഇങ്ങനെ യോഗ്യതകളും ലഭിക്കും. നേരത്തെ സൂചിപ്പിച്ച സന്നദ്ധ സംഘടനകളുടെ കീഴിലുള്ള മദ്രസ ദർസെ നിസാമിയിലെ വിദ്യാഭ്യാസത്തിന്റെ മാധ്യമം ഉറുദു, അറബി, പേർഷ്യൻ ഇതൊക്കെയാണ്. അതേസമയം മദ്രസ ദർസെ അലിയകൾ
നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന്റെ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണക്ക്, സയൻസ്, ഹിന്ദി, ഇംഗ്ലീഷ്, സോഷ്യോളജി ഇതൊക്കെ നിർബന്ധിത വിഷയങ്ങളാണ് അവിടുത്തെ. ഹിന്ദു മുസ്ലിം മതഗ്രന്ഥങ്ങൾ പഠിക്കാനുള്ള ഓപ്ഷൻ വിദ്യാഭ്യാസ വിഷയങ്ങളൊക്കെ ഈ മദ്രസകളിലുണ്ട്. അംഗീകൃത മദ്രസകൾക്ക് സംസ്ഥാന സർക്കാരുകളാണ് ധനസഹായത്തിൽ ഭൂരിഭാഗം പങ്കും നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം കേരളത്തിന്റെ ചിത്രം വ്യത്യസ്തമായതുകൊണ്ട് മതസംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും പിന്തുണയോടുകൂടിയാണ് ഈ മദ്രസകൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ മദ്രസ ബോർഡുകൾ ഇല്ലാതാക്കണമെന്നും മദ്രസകൾക്ക് നൽകുന്ന സർക്കാർ ഫണ്ട് നിർത്തലാക്കണമെന്നും ദേശീയ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ചർച്ചയ്ക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. സർക്കാർ സഹായം മുടങ്ങുന്നതിനോടൊപ്പം മദ്രസകൾ അടച്ചു പൂട്ടുന്നത് അവസ്ഥ കൂടി ചെയ്താൽ മുസ്ലിം സമുദായത്തിന്റെ മതപഠനം ഇല്ലാതാകും. മുമ്പ് കേന്ദ്രമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ മദ്രസകൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ശ്രദ്ധേയമായത്. മദ്രസകൾ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് AK-47 റൈഫിളുകൾ നിർമ്മിക്കുന്നതിൽ പരിശീലനം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ മന്ത്രി തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിന് പണം ഉപയോഗിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകുന്ന സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്ത് രംഗത്ത് വന്നു. ചില മദ്രസകൾ അവരുടെ വിദ്യാർത്ഥികൾക്ക് 10 മുതൽ 100 രൂപ വരെ ചെറിയ തുകകൾ വാഗ്ദാനം ചെയ്യുന്നതായി പറയപ്പെടുന്നു. എന്നാൽ ഈ മദ്രസകളിൽ എന്താണ് സംഭവിക്കുന്നത്? ലോകത്തിലെ പല മോശം ആളുകളെയും വളർത്തുന്നത് ഇത്തരം സ്ഥാപനങ്ങളാണ്. എന്നിട്ടും സർക്കാർ ഇവർക്ക് ഫണ്ട് നൽകുന്നു. പുതിയ സാങ്കേതിക വിദ്യകളും വിദ്യാഭ്യാസ പരിപാടികളും വികസിപ്പിക്കുന്നതിന്റെ മറവിലാണ് മദ്രസകൾക്ക് ഫണ്ട് നൽകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. നേരത്തെ ബാലാവകാശ കമ്മീഷൻ ഇതേ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. രാജ്യത്തെ ചില മദ്രസകൾ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ത്യ വിരുദ്ധവും ഇസ്ലാം അനുകൂലവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് എന്ന് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്നിട്ടാണ് മദ്രസ അധ്യാപകർക്ക് സർക്കാർ സ്ഥാപനത്തിൽ നിന്നും വാരിക്കോരി ധനസഹായം നൽകുന്നത്. പിണറായി സർക്കാരിന് സമയം നല്ലതല്ല. നീർക്കോലി കടിച്ചാലും വിഷമാണ് എന്ന് മറക്കാതിരിക്കുന്നത് നന്ന്. നന്ദി.